ഹായ്, ഇതൊരു ഈസി പ്രഷർ കുക്കർ ചിക്കൻ ബിരിയാണിയാണ്. അതിന് വേണ്ടി ഇവിടെ 3 പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി, 5 ചെറിയുള്ളി, 1 ഇഞ്ച് വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം നമ്മൾ ഇതേമാതിരി കോഴ്സായിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെക്കുക. അതേസമയം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 1 സ്പൂൺ നാരങ്ങ നീരും കൂടിയിട്ട് ഇത് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതേസമയം നമുക്ക് കുക്കറിൽ ഇത്തിരി നെയ്യ് ഒഴിച്ച് 2 കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക കൂടി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അരച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് സവാള ഇടാം. സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ഉപ്പ്, അത് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഇത് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് വഴട്ടാം. ഇതൊന്ന് നന്നായി വരുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ പാനിൽ ചിക്കൻ വറക്കാനിടാം. ഹാഫ് കുക്കായാൽ മതി. മസാലകളൊക്കെ പിടിക്കുമ്പോൾ സ്മെൽ മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു കുഞ്ഞ തക്കാളി പുളിയില്ലാത്തത് നന്നായിട്ട് ഇട്ടിട്ട് നല്ലോണം വഴട്ടാം. തക്കാളി നല്ലോണം വഴന്ന് വരണം. തക്കാളി നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയില, ഒരു കൈപ്പിടി പുതിനയില, 2 ഇലയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. അത് നല്ലോണം മിക്സ് ചെയ്ത് നല്ലോണം വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കേർഡ് ആഡ് ചെയ്യണം. ഒരു 2 ടീസ്പൂൺ കേർഡ് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് ആ ഒരു പേസ്റ്റ് നല്ലോണം എല്ലാം കൂടി ഒന്ന് മിക്സായി വന്ന് നല്ല കറക്റ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇടണം. ഇത് ഇത്തിരി ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി ചൂടുവെള്ളം, ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്യാം, എളുപ്പത്തിൽ മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ചിക്കൻ പീസുകൾ വലുതാണെങ്കിൽ അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഗ്രേവി ഒന്ന് തിക്കാവണം. തിക്ക് ഗ്രേവി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. ബസ്മതി റൈസ് 20 മിനിറ്റ്സ് ഞാൻ വാഷ് ചെയ്ത് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതേപോലെ നല്ലോണം വെട്ടി തിളച്ച് വരണം. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ആവി കാരണം ക്യാമറ വീഡിയോ ക്ലാരിറ്റി ഇല്ല. വെട്ടി തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ വിസിലിടാതെ അടച്ച് വയ്ക്കാം. ഒരു 7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതേമാതിരി വെയിറ്റ് ഇടാതെ അടച്ച് വയ്ക്കുക. അത് കഴിഞ്ഞാൽ 20 മിനിറ്റ് നമുക്കത് മാറ്റി വയ്ക്കാം. 7 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 20 മിനിറ്റ് ഗ്യാസ് ഒന്ന് മാറ്റി വയ്ക്കുക. നല്ലോണം നമുക്ക് ഉലർന്ന് കിടക്കുന്ന ഇതേപോലെ ഭംഗിയുള്ള ചിക്കൻ ബിരിയാണി കിട്ടും.